ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.3ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, ജസ്റ്റിഫൈ യുവർ ചോയ്സ്. ഇതിൽ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്ത ഓപ്ഷൻ കറക്റ്റ് ആണോ എന്ന് ജസ്റ്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 9c² മൈനസ് 9 tan² ഈക്വൽ ടു ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അപ്പൊ നമുക്ക് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് ഐഡന്റിറ്റീസുകൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഐഡന്റിറ്റീസിൽ c²യും tan² വരുന്ന ഒരു ഐഡന്റിറ്റീസ് ഉണ്ട് അല്ലെ. ഏത് ഐഡന്റിറ്റീസിലാണ് c²യും tan² വരുന്നത്? c² a ഇസിക്കൽ ടു 1 പ്ലസ് tan²a. ഇങ്ങനെ ഒരു ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. c² ഇസിക്കൽ ടു 1 പ്ലസ് tan². അപ്പൊ ഇവിടെ എന്തുണ്ട്? c² ഉണ്ട്, tan² ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ c²യും tan² ഉണ്ട്. നമുക്കൊരു ഇവിടെ എന്താണ്? മൈനസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ tan² നമുക്ക് ഈക്വലിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇത് എന്താണ്? c²a. ഈ പ്ലസ് tan²a വന്നിട്ട് ഈക്വലിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? മൈനസ് tan²a ആയി മാറും. പിന്നെ ആരുണ്ട്? ഈക്വൽ ഉണ്ട്. ഈക്വലിന്റെ അപ്പുറത്ത് എന്തുണ്ട്? 1 ഉണ്ട്. അപ്പൊ c² മൈനസ് tan² വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ക്വസ്റ്റ്യൻ എന്താണ്? 9c² മൈനസ് 9 tan². ഇവിടെ എന്താണ് കോമൺ ആയിട്ടുള്ളത്? ഈ ഒരു സെക്ഷനിൽ 9 ഉണ്ട്, അതുപോലെ ഈ ഒരു സെക്ഷനിലും 9 ഉണ്ട്. അപ്പൊ രണ്ട് സെക്ഷനിലും കോമൺ ആയിട്ട് 9 ഉണ്ട്. അപ്പൊ ഈ 9 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. പുറത്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാക്കറ്റ് ഇടണം. കാരണം എന്താണ്? രണ്ട് സെക്ഷൻസ് ഉള്ളതുകൊണ്ട് ആ രണ്ട് സെക്ഷനെ നമ്മൾ നിന്നും 9 കോമൺ ആക്കി എന്നുള്ളത് അറിയാനാണ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുന്നത്. അപ്പൊ 9 പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇനി ആരേ ഉള്ളൂ? c² മാത്രമേ ഉള്ളൂ. ഈ ഒരു സെക്ഷനിലുള്ള 9 ഇങ്ങ് പുറത്തു കൊണ്ടുവന്ന് ഇനി ആരേ ഉള്ളൂ? c². പിന്നെ മൈനസ് ഇവിടെ നിന്നും 9 പുറത്തു പോയി. അപ്പൊ ഇനി ആരേ ഉള്ളൂ? tan² ഈസിക്കൽ ടു, അപ്പൊ 9 ഇൻറ്റു c² മൈനസ് tan² എന്ന് കിട്ടിക്കഴിഞ്ഞു. ഈ c² മൈനസ് tan² വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ ഐഡന്റിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ c² നിന്ന് tan² മൈനസ് ചെയ്ത ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്തുണ്ട്? 9 ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? ഇതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അത് ഞാൻ ഇവിടെ കൊടുത്തു. എന്ന് വെച്ചാൽ വിച്ച് ഇംപ്ലൈസ് 9 ഇൻറ്റു 1 എന്നാണ് ഇതിന്റെ മീനിങ്. ഈ ബ്രാക്കറ്റിന്റെ മീനിങ് എന്താണ്? ഇൻറ്റു എന്നാണ്. മൾട്ടിപ്പിൾ ചെയ്യുക. ബ്രാക്കറ്റിന് പുറത്തുള്ള വാല്യൂ ആയിട്ട് ഇത് അകത്തുള്ള വാല്യൂ മൾട്ടിപ്പിൾ ചെയ്യുക എന്നതാണ് എന്താണ് ഈ ബ്രാക്കറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെന്ന് എഴുതാം? 9 ഈ ബ്രാക്കറ്റിന് പകരം ഇൻറ്റു 1. 9 ഇൻറ്റു 1 എന്താണ്? 9 ആണ് ആൻസർ. അപ്പൊ 9 എന്നുള്ള ആൻസർ ഇതിൽ എവിടെ കിടപ്പുണ്ട്? ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈസിയാണ്. ഇതുപോലുള്ള ഇത് MCQ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. നമ്മൾ ഇതുപോലെ വേറൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. cosec² ഇസിക്കൽ ടു 1 പ്ലസ് cot² എന്ന് പഠിച്ചിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് എക്സാമിന് ഇതായിരിക്കും, ഈ ഐഡന്റിറ്റി ആയിരിക്കും തരുന്നത്. എന്താണ്? cosec² ഈ പ്ലസ് cot² ഈക്വലിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് cot² എന്ന് തരും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഈക്വൽ ഇടും. ഇവിടെ വേണമെങ്കിൽ ഒരു നമ്പർ ഇട്ട് കൊടുത്തേക്കും. 7 എന്ന്. ഞാൻ ഇവിടെ 7 എന്ന് കൊടുക്കുന്നു, ഇവിടെയും 7 എന്ന് കൊടുക്കുന്നു. അപ്പൊ 7 cosec² മൈനസ് 7 cot² ഈക്വൽ ടു ഇതുപോലെ ഒരു 4 ഓപ്ഷൻ തരും അല്ലെ. അപ്പൊ cosec² മൈനസ് cot² എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് 7 കോമൺ ആയിട്ട് എടുത്തിട്ട് cosec² മൈനസ് cot² വാല്യൂ 1 ആയതുകൊണ്ട് ഇൻറ്റു 1 എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്താ ആൻസർ ആയിരിക്കും? 7 ആയിരിക്കും ആൻസർ. അപ്പൊ ഇതുപോലുള്ളതാണ്, ഈ ഒരു ഐഡന്റിറ്റിയാണ് നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതെങ്കിൽ അതിൽ 7 ആണ് നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് കിടക്കുന്നതെങ്കിൽ അതിന്റെ ആൻസർ ഓപ്ഷൻ എന്തായിരിക്കും? 7 ആയിരിക്കും. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് MCQന് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 1 പ്ലസ് tan θ പ്ലസ് sec θ ഇൻറ്റു 1 പ്ലസ് cot θ മൈനസ് cosec θ. അപ്പൊ നമുക്കറിയാം ഈ tan θ എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു വാല്യൂ ആണ് sin θ ബൈ cos θ. sin θയെ നമ്മൾ cos θ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് tan θ. അതുകൊണ്ട് നമുക്ക് tan θ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? sin θ ബൈ cos θ എന്ന് എഴുതാം.
ഈ സീക് തീറ്റ എന്ന് പറയുന്നത് കോസിന്റെ ഓപ്പോസിറ്റ് ആണ് സീക്. കോസ് തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ് സീക് തീറ്റ. അപ്പം സീക് തീറ്റ എന്തെന്ന് എഴുതാം? 1/കോസ് തീറ്റ. ഇനി അടുത്ത എന്തുണ്ട്? കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കോട്ട് തീറ്റ. ഇപ്പൊ ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ എടുത്താൽ കോട്ട് തീറ്റ കിട്ടും. അതായത് കോസ് തീറ്റ ന്യൂമറേറ്ററായി മാറും, സൈൻ തീറ്റ ഡിനോമിനേറ്ററായി മാറും. ഇതാണ് കോട്ട് തീറ്റയുടെ വാല്യൂ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇനി കൊസിക് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കൊസിക് തീറ്റ എന്ന് പറയുന്നത്. സോ കൊസിക് തീറ്റ ഇസ് ഈക്വൽ ടു 1/സൈൻ തീറ്റ. അതായത് സൈൻ തീറ്റയുടെ നേരെ റെസിപ്രോക്കൽ ഓപ്പോസിറ്റ് ആണ് കൊസിക് തീറ്റ. ഓക്കെ, നമുക്കപ്പോ എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് എല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആദ്യം എന്താണുള്ളത്? 1 ഉണ്ട്. 1 പ്ലസ് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് സീക് തീറ്റ. സീക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1/കോസ് തീറ്റ ആണ്. അപ്പൊ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് തീറ്റ 1/കോസ് തീറ്റ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ. 1 പ്ലസ് കോട്ട് തീറ്റ. കോട്ട് തീറ്റയുടെ വാല്യൂ എന്താണ്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ മൈനസ് കൊസിക് തീറ്റ. കൊസിക് തീറ്റയുടെ വാല്യൂ എന്താണ്? 1/സൈൻ തീറ്റ. ഓക്കെ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഈ ഓരോന്നിന്റെയും ഓരോ ട്രിഗ്നോമെട്രിയുടെയും മറ്റുള്ള ട്രിഗ്നോമെട്രി റേഷ്യോ ആണ് എഴുതിയത്. അതായത് ടാൻ തീറ്റയുടെ വേറെ ട്രിഗ്നോമെട്രി റേഷ്യോ ആണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അങ്ങനെയുള്ള റേഷ്യോസ് എല്ലാം എടുത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ്, ഇവിടെ എന്തുണ്ട്? ഇതിന്റെ ഡിനോമിനേറ്റർ കോസ് തീറ്റ ആണ്, ഇവിടത്തതിന്റെ ഡിനോമിനേറ്റർ കോസ് തീറ്റ ആണ്. അപ്പൊ നമ്മൾ ബി ബൈ എ പ്ലസ് സി ബൈ എ ഇങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ന്യൂമിനേറ്റർ തമ്മിൽ പ്ലസ് ഇട്ടിട്ട് ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എഴുതാം. എന്തുകൊണ്ട്? ഇവിടുത്തെ ഡിനോമിനേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ എ എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. അതുപോലെ ഇവിടെയും കോസ് തീറ്റ സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് സൈൻ തീറ്റ പ്ലസ് 1/കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതാം? 1 പ്ലസ് ഇത് രണ്ടും കൂടെ ന്യൂമറേറ്റർ തമ്മിൽ ഒരുമിച്ച് എഴുതാം. സൈൻ തീറ്റ പ്ലസ് 1 ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എഴുതാം കോസ് തീറ്റ. എന്തുകൊണ്ടാണ്? രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. ഇൻറ്റു ഇവിടെയും എന്താണ്? സൈൻ തീറ്റ രണ്ടുപേരുടെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഒരുമിച്ച് എഴുതാം. 1 പ്ലസ് കോസ് തീറ്റ മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. എന്തുകൊണ്ടാണ്? രണ്ടുപേരുടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട്. ഇനി ഈ 1ന്റെ ഡിനോമിനേറ്റർ കോസ് തീറ്റ ആണോ? അല്ല. അപ്പൊ ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഒരു നമ്പർ പ്ലസ് ഒരു ഫ്രാക്ഷൻ. എങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ ഈ കോസ് തീറ്റ കൊണ്ട് ഈ 1നെ ഇൻറ്റു ചെയ്യണം. 1 ഇൻറ്റു കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ. 1 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. അതായത് മൊത്തം ഡിനോമിനേറ്റർ ഞാൻ കോസ് തീറ്റ ആക്കണം. അതിനെന്ത് ചെയ്താൽ മതി? കോസ് തീറ്റ കൊണ്ട് ഈ ന്യൂമറേറ്റർ ആവുന്ന 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇൻറ്റു ഇവിടെ ഇതിന്റെ ഡിനോമിനേറ്റർ എനിക്ക് സൈൻ തീറ്റ ആക്കണം. അതിനെന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ ആവുന്ന സൈൻ തീറ്റ കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 1 ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 the whole divided by sin theta. ഓക്കെ, അപ്പൊ 1 ഇൻറ്റു കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ എന്ന് കിട്ടും. പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു 1 ഇൻറ്റു സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ഇവിടെ ചിന്തിക്കുക, ഇവിടെ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1ഉം ഇവിടെ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ മൈനസ് 1ഉം ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ഫോർമുല കിടക്കണമെന്ന് വെച്ചാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അതിന്റെ ആൻസർ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ.
അതായത് ഈ എയുടെ പോർഷനിൽ എന്താണ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നും ബിയുടെ പോർഷനിൽ 1 ഉണ്ട്. അതുപോലെ ഇവിടെയും എയുടെ പോർഷനിൽ തിരിച്ചിട്ടാൽ ഇപ്പൊ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ആണെങ്കിൽ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ആണെങ്കിൽ സെയിം ആണ്. അപ്പം അതും പിന്നെ എന്തുണ്ട് -1 കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ എയുടെ സ്ഥാനത്ത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ, ബിയുടെ സ്ഥാനത്ത് 1. അപ്പൊ എ പ്ലസ് ബി, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് എ മൈനസ് ബി എന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റ് കിടക്കുമ്പോൾ അതിന്റെ ആൻസർ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് ഈ എ എന്ന് പറയുന്ന ഇതിന്റെ സ്ക്വയർ മൈനസ് ബി എന്ന് പറയുന്ന ഇതിന്റെ സ്ക്വയർ. ഇതാണ് ഇവിടത്തെ എ, ഇതാണ് ഇവിടത്തെ ബി, ഇതാണ് എ, ഇതാണ് ബി. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ എ ആരാണ്? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. അപ്പൊ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. പിന്നെന്തുണ്ട്? മൈനസ് ഉണ്ട്, മൈനസ് ബിയുടെ സ്ക്വയർ. ബിയുടെ സ്ഥാനത്ത് ആരാണ്? 1 ആണ്. അപ്പൊ 1ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അതായത് മുകളിലത്തേനെ മാത്രമാണ് നമ്മൾ എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റിലോട്ട് മാറ്റിയത്. ഡിവൈഡഡ് ബൈ ഈ കോസ് തീറ്റയും ഈ സൈൻ തീറ്റയുമാണ് ഇൻറ്റു ഫോമിൽ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഇവിടെ എന്താണ് ഇരിക്കുന്ന? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിലോട്ട് ഇത് മാറി അല്ലെ. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഈ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിൽ കിടക്കുന്ന ഇതിനെ ഇങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ആദ്യം ആരെ എടുക്കണം? എയുടെ സ്ക്വയർ ആണ്, എ ആണ് ഇത്, ഇത് വന്നിട്ട് ബി ആണ്. അപ്പൊ എയുടെ സ്ക്വയർ, അതായത് കോസ് സ്ക്വയർ തീറ്റ എന്ന് എടുക്കേണ്ടി വരും എന്തല്ലേ. അപ്പൊ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ. കോസ് തീറ്റയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab പ്ലസ് 2 ഇൻറ്റു എ ആരാണ്? കോസ് തീറ്റ. അപ്പൊ കോസ് തീറ്റ ഇൻറ്റു ബി. ബി ഇവിടെ ആരാണ്? സൈൻ തീറ്റ. അപ്പം 2ab ഞാൻ എഴുതി. 2 ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. പിന്നെ എന്തുണ്ട്? പ്ലസ് ഉണ്ട്. പ്ലസ് ബി സ്ക്വയർ. ബിയുടെ സ്ഥാനത്ത് ആരാണ്? സൈൻ തീറ്റ അല്ലെ. ബി എന്ന് എടുക്കുന്നത് സൈൻ തീറ്റയാണ്. അപ്പൊ സൈൻ തീറ്റയുടെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. പിന്നെന്തുണ്ട്? മൈനസ് ഉണ്ട്. മൈനസ് 1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 1 ഇൻറ്റു 1 ആണ് 1ന്റെ സ്ക്വയർ. 1 ഇൻറ്റു 1 എത്രയാണ്? 1 തന്നെയാണ്. അപ്പം -1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഞാൻ ഈ സൈൻ സ്ക്വയർ തീറ്റയെ ഫസ്റ്റ് എഴുതാണ്. സൈൻ സ്ക്വയർ തീറ്റ, പിന്നെ ഈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. എന്തുകൊണ്ട് പ്ലസ് എന്ന് പറഞ്ഞു? ഈ കോസ് തീറ്റയുടെ കോസ് സ്ക്വയർ തീറ്റയുടെ ഫ്രണ്ടിൽ സൈൻ ഇല്ല. സൈൻ ഇല്ലെങ്കിൽ എന്താണ്? പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പം പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പൊ 2 ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ എങ്ങനെ എഴുതാം? 2 കോസ് തീറ്റ സൈൻ തീറ്റ. 2 ഇൻറ്റു കോസ് തീറ്റ 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ തീറ്റ. പിന്നെ ആരുണ്ട്? -1. മനസ്സിലായല്ലോ. ഈ സൈൻ സ്ക്വയർ തീറ്റ ഫസ്റ്റ് എഴുതി, പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എഴുതി, പിന്നെ ഇത് ഇത്ര ഇൻറ്റു ചെയ്തപ്പോൾ 2 കോസ് തീറ്റ സൈൻ തീറ്റ, പിന്നെ ഈ -1. ഇനി ആരുണ്ട്? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ 1 ആണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്തായി? 1 ആയി. അപ്പൊ ഇത് ഇത്രയും 1 ആക്കി. ഇനി ആരുണ്ട്? പ്ലസ് ഉണ്ട്. 2 കോസ് തീറ്റ സൈൻ തീറ്റ ഉണ്ട്, പിന്നെ -1 ഉണ്ട്, ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവ് 1ഉം ഒരു നെഗറ്റീവ് 1. അപ്പൊ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 0 ആവും. അപ്പൊ അത് ക്യാൻസൽ ആയി. പിന്നെ ആരേ ഉള്ളൂ? 2 കോസ് തീറ്റ സൈൻ തീറ്റ, വിച്ച് ഇംപ്ലൈസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ
ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെ മുകളിലും താഴെ കോമൺ ആയിട്ട് ആരുണ്ട്? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റയാണ് മുകളിലും താഴെയുമുള്ള. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആണ്. സോ ഇത് രണ്ട് ക്യാൻസൽ ആവും. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ആൻസർ എന്തായി? 2 ആയി ആൻസർ. അപ്പോൾ 2 എന്ന ഓപ്ഷൻ കിടക്കുന്നത് എവിടെയാണ്? സി ആണ്. സി ഈസ് ദ ഓപ്ഷൻ 2. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. അപ്പം ഈ പ്രോബ്ലം മനസ്സിലല്ലോ. നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ടാൻ തീറ്റയുടെ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സീക് തീറ്റ എന്താണ്? 1 ബൈ കോസ് തീറ്റ. കോട്ട് തീറ്റ ടാൻ തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് ഇട്ടാൽ മതി. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. കൊസിക് തീറ്റ എന്ന് പറയുന്നത് സൈൻ്റെ ഓപ്പോസിറ്റ്. സോ 1 ബൈ സൈൻ തീറ്റ. പിന്നെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണ്? അത് 1 ആണ്. ഇത്രയും അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസുകൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ.